വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 7ാം ക്ലാസ്സിലെ 3 questions എന്ന ഇംഗ്ലീഷ് ലെസനാണ്. നമുക്ക് നേരിട്ട് ലെസണിലേക്ക് പോകാം. 3 questions. The thought came to a certain king. ഒരു രാജാവിന് ഇങ്ങനൊരു ആലോചന ഉണ്ടായി. എന്താണ് ആലോചന നോക്കാം. That he would never fail if he knew 3 things. 3 കാര്യങ്ങൾ അറിഞ്ഞാൽ താൻ ഒരിക്കലും പരാജയപ്പെടില്ല. These 3 things were, ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? What is the right time to begin something? എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങേണ്ട ശരിക്കുള്ള സമയം ഏതാണ്? Which people should be listened to? Which people should he listen to? രാജാവ് ആര് പറയുന്നതാണ് കേൾക്കേണ്ടത്? വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ഹിം ടു ഡു? അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? ഇങ്ങനെയുള്ള 3 ചോദ്യങ്ങളാണ്. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാൽ രാജാവ് പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും പരാജയപ്പെടില്ല. ദ കിങ് therefore sent messengers throughout his kingdom. രാജാവ് എന്ത് ചെയ്തു? അതുകൊണ്ട് രാജ്യത്തിൻ്റെ, തൻ്റെ കിങ്ഡത്തിൻ്റെ, തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആൾക്കാരൊക്കെ അയച്ചു, മെസ്സഞ്ചേഴ്സിനെ അയച്ചു. പ്രോമിസിങ് എ ലാർജ് സം ഓഫ് മണി ടു എനിവൺ ഹൂ വുഡ് ആൻസർ ദീസ് 3 questions. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവർക്ക് വലിയ സമ്മാനം, വലിയൊരു തുക കൊടുക്കാമെന്ന് പറഞ്ഞാണ് വിട്ടത്. പ്രോമിസ് ചെയ്തു. പ്രോമിസിങ് എ ലാർജ് സം ഓഫ് മണി ടു എനിവൺ ഹൂ വുഡ് ആൻസർ ദീസ് 3 questions. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരാൻ പറ്റുന്ന ആൾക്കാർക്ക് ധനം കൊടുക്കാമെന്ന്, വളരെയേറെ ധനം കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു. ദ കിങ് therefore sent messengers throughout his kingdom promising a large sum of money to anyone who would answer these 3 questions. Many wise men came to the king. ഇത് കേട്ടപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ വന്നു. Many wise men came to the king, but they all answered his questions differently. പക്ഷേ അവരെല്ലാവരും ചോദ്യത്തിന് വ്യത്യസ്ത ഉത്തരങ്ങളാണ് നൽകിയത്. ഇൻ റിപ്ലൈ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞതാണ്. Some said the king must prepare a time table. ചിലർ പറഞ്ഞു രാജാവ് മുൻകൂട്ടി ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വെക്കണം. ആൻഡ് ദെൻ ഫോളോ ഇറ്റ് സ്ട്രിക്ട്ലി. ഉണ്ടാക്കി വെച്ചാൽ പോരാ, സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും വേണം. only in this way they said could he do everything at the proper time. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും തുടങ്ങാൻ പറ്റുള്ളൂ, അല്ല കൃത്യമായ സമയത്ത് ഓരോ കാര്യങ്ങളും തുടങ്ങാൻ പറ്റുള്ളൂ. Others said that it was impossible to decide in advance right time for doing something. വേറെ ചിലർ പറഞ്ഞു എന്തെങ്കിലും തുടങ്ങുന്നതിൻ്റെ ആ സമയം വളരെ കൃത്യമായി മുൻകൂട്ടി പറയുക അസാധ്യമാണ്. ഇറ്റ് വാസ് ഇംപോസിബിൾ ടു ഡിസൈഡ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി പറയാൻ അസാധ്യമാണ്, ഇംപോസിബിളാണ്. എന്താണ്? റൈറ്റ് ടൈം ഫോർ ഡൂയിങ് സംതിങ്. എന്തെങ്കിലും ചെയ്യേണ്ടതിൻ്റെ ശരിയായ സമയം മുൻകൂട്ടി പറയുക എന്നുള്ളത് അസാധ്യമാണ്. ദി കിങ് ഷുഡ് നോട്ടീസ് ഓൾ ദാറ്റ് വാസ് ഗോയിങ് ഓൺ. രാജാവ് എല്ലാ കാര്യവും ശ്രദ്ധിക്കണം. ഹി ഷുഡ് നോട്ടീസ് ഓൾ ദാറ്റ് വാസ് ഗോയിങ് ഓൺ. നടക്കുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അവോയ്ഡ് ഫൂളിഷ് പ്ലഷേഴ്സ്. ഫൂളിഷ് ആയിരിക്കുന്ന പ്ലഷേഴ്സൊക്കെ ഒഴിവാക്കണം. ആൻഡ് ഓൾവേസ് ഡു വാട്ട് എവർ സീംഡ് നെസറി അറ്റ് ദാറ്റ് ടൈം. എപ്പോഴും എന്ത് ചെയ്യണം? ഒരു സമയത്ത് നെസസറി ആകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. Yet others said that the king needed a council of wise men who would help him to act at the proper time. മറ്റുള്ളവർ പറഞ്ഞു, വേറെ ചിലരൊക്കെ പറഞ്ഞു, yet others said that the king needed a council of wise men. രാജാവിന് പണ്ഡിതന്മാരുടെ ഒരു സഭ വേണം, കൗൺസിൽ ഓഫ് വൈസ് മെൻ വേണം. അവരെന്ത് ചെയ്യും? ഹൂ വുഡ് ഹെൽപ്പ് ഹിം ആക്ട് അറ്റ് പ്രോപ്പർ ടൈം. അവർ സഹായിക്കും, കൃത്യമായി പറഞ്ഞു കൊടുക്കും പ്രോപ്പർ ടൈം ഏതാണ്. ദിസ് വാസ് ബിക്കോസ് വൺ മാൻ വുഡ് ഫൈൻഡ് ഇറ്റ് ഇമ്പോസിബിൾ ടു ഡിസൈഡ് കറക്റ്റ്ലി. കാര്യം ഇതാണ്. ദിസ് വാസ് ബിക്കോസ് വൺ മാൻ വുഡ് ഫൈൻഡ് ഇറ്റ് ഇമ്പോസിബിൾ ടു ഡിസൈഡ് കറക്റ്റ്ലി. ഒരാൾക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടാണ്. വിതൗട്ട് ഹെൽപ്പ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ ബുദ്ധിമുട്ടാണ്. റൈറ്റ് ടൈം ഫോർ എവരി ആക്ഷൻ. എന്ത് കാര്യമാണ് അറിയേണ്ടത്?
റൈറ്റ് ടൈം ഫോർ എവറി ആക്ഷൻ. എല്ലാ പ്രവർത്തനങ്ങളുടെയും റൈറ്റ് ടൈം ഒരാൾക്ക് മാത്രമായിട്ട് പറയാനാവില്ല. അതുകൊണ്ട് എന്ത് വേണം? ഒരു കൗൺസിൽ വേണം. ബട്ട് ദെൻ അതേഴ്സ് സെഡ് ദർ വർ സം തിങ്സ് വിച്ച് കുഡ് ബി അർജൻറ്റ്. പക്ഷെ ചിലർ പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ വളരെ അർജൻറ്റായിരിക്കും. ദീസ് തിങ്സ് കുഡ് നോട്ട് വെയിറ്റ് ഫോർ ദ ഡിസിഷൻ ഓഫ് ദി കൗൺസിൽ. കൗൺസിൽ ചേർന്ന് തീരുമാനമെടുക്കാൻ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ആവില്ല. അത്തരം കാര്യങ്ങൾ വളരെ അർജൻറ്റാണ്. അത് കൗൺസിലല്ല തീരുമാനമെടുക്കേണ്ട. കൗൺസിൽ തീരുമാനമെടുക്കാൻ താമസിക്കും. ദീസ് തിങ്സ് കുഡ് നോട്ട് വെയിറ്റ് ഫോർ ദ ഡിസിഷൻ ഓഫ് ദ കൗൺസിൽ. കൗൺസിലിൻ്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കാനാവാത്ത കാര്യങ്ങളുണ്ട്. ഇൻ ഓർഡർ ടു ഡിസൈഡ് ദ റൈറ്റ് ടൈം ഫോർ ഡൂയിങ് സംതിങ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടതിൻ്റെ റൈറ്റ് ടൈം വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നെസറി ടു ലുക്ക് ഇൻ ടു ദ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. ഭാവി വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയാനുള്ളൊരു കഴിവ് വേണം. ആൻഡ് ഓൺലി മജീഷ്യൻസ് കുഡ് ഡു ദാറ്റ്. അത് ചെയ്യാൻ കഴിയുന്നത് മാന്ത്രികന്മാർക്കാണ്, മജീഷ്യൻസിനാണ്. ദ കിങ് ദെർഫോർ വുഡ് ഹാവ് ടു ഗോ ടു മജീഷ്യൻസ്. അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്യണം? മാന്ത്രികരുടെ അടുക്കൊക്കെ പോകണമെന്ന് പറഞ്ഞു. ഹി വുഡ് ഹാവ് ടു ഗോ ടു മജീഷ്യൻസ്. ഭാവി കാര്യങ്ങളൊക്കെ അറിയാണ്ടേ മജീഷ്യന്മാരെയൊക്കെ ഒന്ന് പോയി കാണണ്ടേ എന്നാണ് പറഞ്ഞത്. ഇൻ ദെയർ ആൻസേഴ്സ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അവർ പറഞ്ഞ എന്താണ്? സം സെഡ് ദാറ്റ് ദ പീപ്പിൾ മോസ്റ്റ് നെസസറി ടു ദ കിങ് വർ ഹിസ് കൗൺസിലേഴ്സ്. ഏറ്റവും അത്യാവശ്യമുള്ള ആരായിരിക്കണം എന്നാണ് പറഞ്ഞത്? ഇൻ ദെയർ ആൻസേഴ്സ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ സം സെഡ് ദാറ്റ്, ചിലർ പറഞ്ഞു ദ പീപ്പിൾ മോസ്റ്റ് നെസസറി ടു ദ കിങ് വർ ഹിസ് കൗൺസിലേഴ്സ്. കൗൺസിലേഴ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ രാജാവിന് വേണ്ടിയത്. അതേഴ്സ് സെഡ് ദ പ്രീസ്റ്റ്, മറ്റേ ചിലർ പറഞ്ഞു പുരോഹിതന്മാരാണ് വേണ്ടിയത്. എ ഫ്യൂ അതേഴ്സ് ചോസ് ദ ഡോക്ടേഴ്സ്, വേറെ ചിലർ പറഞ്ഞു രാജാവിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിയത് ഡോക്ടർമാരാണ്, ഭിഷഗ്വരന്മാരാണ്. ആൻഡ് അതേഴ്സ് സെഡ് ദാറ്റ് ഹിസ് സോൾജേഴ്സ് വർ ദ മോസ്റ്റ് നെസസറി, വേറെ ചിലർ പറഞ്ഞു പടയാളികളാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഓരോരുത്തരും അഭിപ്രായങ്ങളൊക്കെ വ്യത്യസ്തമാണ്. സോ ദ തേർഡ് ക്വസ്റ്റ്യൻ സം സെഡ് സയൻസ്, മൂന്നാമത്തെ ചോദ്യത്തിന് ചിലർ പറഞ്ഞു സയൻസ്. അതേഴ്സ് ചോസ് ഫൈറ്റിംഗ്, വേറെ ചിലർ പറഞ്ഞു ഫൈറ്റിംഗ് ആണ്. ആൻഡ് അറ്റ് അതേഴ്സ് റിലീജിയസ് വർഷിപ്പ്, വേറെ ചിലർ പറഞ്ഞു റിലീജിയസ് വർഷിപ്പാണ് വേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, അതിന് ഉത്തരവ് ഇങ്ങനെയാണ് പറഞ്ഞത്. ആസ് ദി ആൻസേഴ്സ് ടു ഹിസ് ക്വസ്റ്റ്യൻസ് വാർ സോ ഡിഫറെൻറ്റ്, ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ദ കിങ് വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്, രാജാവിന് തൃപ്തിയായില്ല. ആൻഡ് ഗേവ് നോ റിവാർഡ്, ആർക്കും റിവാർഡൊന്നും കൊടുത്തുമില്ല, പ്രതിഫലം ഒന്നും കൊടുത്തുമില്ല, സമ്മാനമൊന്നും കൊടുത്തുമില്ല. ഇൻസ്റ്റഡ്, പകരം ഹി ഡിസൈഡഡ് ടു സീക്ക് ദ അഡ്വൈസ് ഓഫ് എ സർട്ടൻ ഹെർമിറ്റ്, അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഹെർമിറ്റിൻ്റെ, ഒരു താപസൻ്റെ അഡ്വൈസ് കേൾക്കാമെന്ന് തോന്നി. ഈ ഡിസൈഡഡ് ടു സീക്ക് ദ അഡ്വൈസ് ഓഫ് സർട്ടൻ ഹെർമിറ്റ്സ്, ഒരു ഹെർമിറ്റിൻ്റെ, ഒരു താപസൻ്റെ ഉപദേശം കേൾക്കാൻ ആഗ്രഹിച്ചു. ഹു വാസ് വൈഡ്ലി നോൺ ഫോർ ഹിസ് വിസ്ഡം, അദ്ദേഹത്തിന് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെപ്പറ്റി, ബുദ്ധിയെപ്പറ്റി നല്ല കാര്യങ്ങളറിയാം. അദ്ദേഹത്തെപ്പറ്റി ആൾക്കാർക്കറിയാം നല്ല ബുദ്ധിമാനായ ഒരു ഹെർമിറ്റാണെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തെ പോയി കാണാൻ തീരുമാനിച്ചു. ഹെർമിറ്റ് ലിവ്ഡ് ഇൻ എ വുഡ്, അദ്ദേഹം ഒരു വനത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഹി നെവർ ലെഫ്റ്റ്, അവിടുന്ന് അദ്ദേഹം പുറത്തേക്ക് പോകാറേയില്ല. ഹീ ഷോ നോ വൺ ബട്ട് സിമ്പിൾ പീപ്പിൾ, അദ്ദേഹം കാണുന്നൊക്കെയോ വളരെ സാധാരണക്കാരായ ആൾക്കാരെയാണ്. ആൻഡ് സോ ദ കിങ് പുട്ട് ആൻ ഓർഡിനറി ക്ലോത്ത്സ്, അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു? എൻ്റെ രാജകീയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സാധാ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു, സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചു. ബിഫോർ ഹി റേസ് ദ ഹെർമിറ്റ്സ് ഹച്ച്, ആ ഹെർമിറ്റിൻ്റെ കുടിൽ ചെല്ലുന്നതിന് മുമ്പേ ദ കിങ് ലെഫ്റ്റ് ഹിസ് ഹോഴ്സ് വിത്ത് ഹിസ് ബോഡി ഗാർഡ്, രാജാവ് എന്ത് ചെയ്തു? തൻ്റെ കുതിരയെ ബോഡി ഗാർഡിൻ്റെ കൊടുത്തു. ആൻഡ് വെൻറ്റ് ഓൺ അലോൺ, എന്നിട്ട് മുന്നോട്ടേക്ക് തനിയെ പോയി. ആസ് ദ കിങ് കെയിം നിയർ ടു ദ ഹെർമിറ്റ്സ് ഹട്ട്സ്, ഈ താമസൻ്റെ കുടിലിൻ്റെ ഇടയ്ക്ക് ചെന്നപ്പോൾ ഹി സോ ദ ഹെർമിറ്റ് ഡിഗിങ് എ ഗ്രൗണ്ട് ഇൻ ദ ഫ്രണ്ട് ഓഫ് ഹിസ് ഹട്ട്സ്, അയാൾ തൻ്റെ കുടിലിന് മുന്നിൽ ഒരു കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഗ്രീറ്റഡ് ദ കിങ്, അദ്ദേഹം എന്ത് ചെയ്തു? രാജാവിനെ അഭിവാദ്യം ചെയ്തു. ആൻഡ് കണ്ടിന്യൂഡ് ഡിഗിങ്, തൻ്റെ പണി തുറന്നുകൊണ്ടിരുന്നു. എന്താ പണി? ഡിഗ് ചെയ്യുക, കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, മണ്ണ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഹെർമിറ്റ് വാസ് ഓൾഡ് ആൻഡ് വീക്ക്, ഈ താപസൻ വളരെ പ്രായമുള്ള ആളും ക്ഷീണിതനുമാണ്. ആൻഡ് ആസ് ഹി വർക്ക്, അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ ഹി ബ്രീത്ത് ഹെവിലി, നല്ലപോലെ കിതച്ചുകൊണ്ടാണ് ജോലി ചെയ്യുക, നന്നായിട്ട് കിതച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്.
ദ കിങ് വെൻ്റ് അപ്പ് ടു ദ ഹെർമിറ്റ്. രാജാവ് താപസൻ്റെ അടുക്ക ചെന്നു. ആൻസർഡ്, എന്നിട്ട് പറഞ്ഞു, ഐ ഹാവ് കം ടു യു വൈസ് ഹെർമിറ്റ്. പണ്ഡിതനായ അല്ലെ താപസ, അങ്ങയെ കാണാനാണ് ഞാൻ വന്നത്. ഐ ഹാവ് കം ടു യു വൈസ് ഹെർമിറ്റ് ടു ആസ്ക് യു ടു ആൻസർ 3 ക്വസ്റ്റ്യൻസ്. വെറുതെ വന്നതല്ല, 3 ചോദ്യത്തിൻ്റെ ഉത്തരം ചോദിക്കാമെന്നാണ്. ഹൗ ക്യാൻ ഐ ലേൺ ടു ഡു ദ റൈറ്റ് തിങ് അറ്റ് ദ റൈറ്റ് ടൈം? ഒരു റൈറ്റ് തിങ്, ശരിയായ കാര്യം ശരിയായ സമയത്ത് തുടങ്ങാൻ ഞാൻ എങ്ങനെ അറിയും? ഹൂ ആർ ദ പീപ്പിൾ ഐ നീഡഡ് മോസ്റ്റ്? ആരാണ് എനിക്ക് ഏറ്റവും അധികം വേണ്ടപ്പെട്ടവർ? ആൻഡ് വാട്ട് അഫെയർസ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? ഏത് കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്? ദ ഹെർമിറ്റ് ലിസൺ ടു ദ കിങ്. ഹെർമിറ്റ് രാജാവ് പറയുന്നത് കേട്ടു. ബട്ട് ഡിഡ് നോട്ട് സ്പീക്ക്. ഒന്നും പറഞ്ഞില്ല. ഹി വെൻ്റ് ഓൺ ഡിഗിങ്. അദ്ദേഹം അപ്പോഴും കുഴി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആർ ടയേർഡ് സെഡ് ദ കിങ്. അങ്ങ് ക്ഷീണിതനാണ്. രാജാവ് പറഞ്ഞു, ലെറ്റ് മീ ടേക്ക് ദ സ്പേഡ് ആൻഡ് വർക്ക് ഇൻ യുവർ പ്ലേസ്. ഞാൻ അങ്ങയുടെ തൂമ്പ എടുക്കട്ടെ, ഞാൻ അങ്ങക്ക് വേണ്ടി വർക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ലെറ്റ് മീ ടേക്ക് ദ സ്പേഡ് മീൻസ് തൂമ്പ, ആൻഡ് വർക്ക് ഇൻ യുവർ പ്ലേസ്. ഞാൻ അങ്ങയുടെ തൂമ്പ എടുത്തുകൊണ്ട് അങ്ങക്ക് വേണ്ടി വർക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. താങ്ക്സ് സെഡ് ദ ഹെർമിറ്റ്. ഹെർമിറ്റ് പറഞ്ഞു, നന്ദി. ഗിവിങ് ദ കിങ് ഹിസ് സ്പേഡ്. രാജാവിന് തൻ്റെ തൂമ്പ കൊടുത്തു. ആൻഡ് ഹി സാറ്റ് ഡൗൺ ഓൺ ദ ഗ്രൗണ്ട്. അദ്ദേഹം നിലത്തങ്ങിരുന്നു. വെൻ ദ കിങ് ഹാഡ് ഡഗ് 2 ബെഡ്സ്. അദ്ദേഹം 2 ബെഡ് ഉണ്ടാക്കി. മണ്ണ് കുഴിച്ചെടുക്കുന്ന കാര്യത്തിന് അവിടെ ബെഡെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹി സ്റ്റോപ്ഡ് ആൻഡ് റിപ്പീറ്റഡ് ദ ക്വസ്റ്റ്യൻ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പണി നിർത്തി. ചോദ്യം വീണ്ടും ആവർത്തിച്ച് വീണ്ടും ചോദിച്ചു. ദ ഹെർമിറ്റ് ഗേവ് നോ ആൻസർ. താപസം മറുപടിയൊന്നും പറഞ്ഞില്ല. ബട്ട് സ്റ്റുഡ് അപ്പ്. പക്ഷെ അദ്ദേഹം എഴുന്നേറ്റു. സ്ട്രെച്ചിങ് ഔട്ട് ഹിസ് ഹാൻഡ് ഫോർ ദ സ്പീഡ് ആൻസർ. കൈ നീട്ടി തുമ്പായ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു, നൗ യു റെസ്റ്റ്. താങ്കൾ വിശ്രമിക്കൂ. ലെറ്റ് മീ വർക്ക്. ഞാൻ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് ദ കിങ് ഡിഡ് നോട്ട് ഗീവ് ഹിം ദ സ്പേഡ്. പക്ഷേ രാജാവ് താപസന് തൂമ്പ കൊടുത്തില്ല. ആൻഡ് ഹീ കണ്ടിന്യൂഡ് ടു ഡിഗ്. അദ്ദേഹം വീണ്ടും നിലം കുഴിക്കാൻ തുടങ്ങി. 1 hour പാസ്. 1 മണിക്കൂർ കഴിഞ്ഞു. അനദർ. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞു. സൺ വെൻ്റ് ഡൗൺ ബിഹൈൻഡ് ദ ട്രീസ്. മരങ്ങളുടെ അപ്പുറത്തേക്ക് സൂര്യൻ അസ്തമിക്കുകയാണ്. ഇറ്റ് വെൻ്റ് ഡൗൺ ബിഹൈൻഡ് ദ ട്രീസ്. മരങ്ങളുടെ അപ്പുറത്തേക്ക് സൂര്യൻ താഴ്ന്നു പോവുകയാണ്. അതായത് സൂര്യാസ്തമയാണ്. ആൻഡ് അറ്റ് ലാസ്റ്റ്, അവസാനം, ദ കിങ് സ്റ്റക്ക് ദ സ്പേഡ് ഇൻ ടു ദ ഗ്രൗണ്ട്. രാജാവ് തൂമ്പ നിലത്തേക്ക് കുത്തി നിർത്തി. ആൻസർ, എന്നിട്ട് പറഞ്ഞു, ഐ കെയിം ടു യു വൈസ് മെൻ. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നതേ ഫോർ എൻ ആൻസർ ടു മൈ ക്വസ്റ്റ്യൻസ്. എൻ്റെ ചോദ്യങ്ങൾക്കൊരു ഉത്തരം തേടിയാണ് വന്നത്. ഇഫ് യു ക്യാൻ ഗിവ് മീ നോ ആൻസർ, എനിക്ക് മറുപടി തരാൻ കഴിയുന്നില്ലെങ്കിൽ, ടെൽ മീ സോ, അത് പറയുക. ആൻഡ് ഐ വിൽ റിട്ടേൺ ഹോം. ഞാൻ തിരിച്ച് വീട്ടിൽ പൊക്കോളാം. ഹിയർ കംസ് സമ്മൺ റണ്ണിങ് സെഡ് ദ ഹെർമിറ്റ്. ഹെർമിറ്റ് പറഞ്ഞു, ആരോ ഓടി വരുന്നു. ഹിയർ കംസ് സമ്മൺ റണ്ണിങ്. ആരോ തേണ്ട ഓടി വരുന്നു എന്ന് പറഞ്ഞു. സെഡ് ദ ഹെർമിറ്റ്. ഹെർമിറ്റ് പറഞ്ഞു. ഹെർമിറ്റ് കണ്ടു ആരോ ഒരാൾ ഓടി വരുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.